ബി.ജെ.പിയുമായി ഇനിയും കൂട്ടുകൂടാനില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹരിയാനയിലെ മുൻ സഖ്യകക്ഷിയായ ജെ.ജെ.പി എന്ന ജനനായക് ജനതാ പാർട്ടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പാർട്ടി തലവനും ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൗട്ടാല അറിയിച്ചിരിക്കുന്നു. ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുമായി സഖ്യം ചേരില്ലെന്ന് ചൗട്ടാല വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ എം ആയിരുന്ന ദീപേന്ദർ സിംഗ് ഹൂഡ റോഹ്തക് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൊതുസമ്മതനായ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് ചൗട്ടാല പറയുന്നു. കോൺഗ്രസിന് അംഗസംഖ്യയില്ലെന്ന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയുടെ പ്രസ്താവന ഒത്തുകളിയുടെ സൂചനയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് ചൗട്ടാല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. കോൺഗ്രസ് ബി.ജെ.പിയുമായി ഏറ്റുമുട്ടാൻ നിൽക്കുകയാണെങ്കിൽ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ആലോചിക്കരുത്. സ്വീകാര്യരായ ഏത് സ്ഥാനാർത്ഥികളെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും. കായിക രംഗത്തു നിന്നുൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രമുഖ വ്യക്തികളാകണം സ്ഥാനാർത്ഥി. അങ്ങനെയൊരു സ്ഥാനാർത്ഥിയല്ല അവർ നിർത്തുന്നതെങ്കിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഒത്തുകളി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് കോൺഗ്രസിനെ പോലെ 30 MLA-മാരുണ്ടെങ്കിൽ ജയപരാജയങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമായിരുന്നു, ചൗട്ടാല പറഞ്ഞു. ബി.ജെ.പിക്ക് സംഭവിച്ചത് തന്നെയാണ് തങ്ങൾക്കുമുണ്ടായതെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബി.ജെ.പിക്കൊപ്പം തങ്ങളുടെ പാർട്ടിക്കും കർഷക പ്രക്ഷോഭത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. ഏതാനും ആഴ്ചകൾക്കകം തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെക്കുറിച്ച് പ്രവർത്തകരുടെ അഭിപ്രായം തേടും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യം തീരുമാനിക്കുകയെന്നും ദുഷ്യന്ത് ചൗട്ടാല അറിയിച്ചു. ബി.ജെ.പിയുമായി ഇനി സഖ്യമുണ്ടാകില്ല. ഭാവിയിൽ ബി.ജെ.പിക്കൊപ്പം ചേരുന്നതിൽ അർത്ഥമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും അവരുമായി ഒരു ബന്ധവുമില്ല. ബി.ജെ.പിയുമായി സഖ്യം ചേർന്നത് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ജെ.പിക്ക് തിരിച്ചടി നേരിട്ടതെന്നും ചൗട്ടാല വ്യക്തമാക്കി. അതേസമയം ബി.ജെ.പിയെ പോലെ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഹരിയാനയിലെ ബി.ജെ.പി സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ലെന്നും അവിശ്വാസ പ്രമേയം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും ചൗട്ടാല വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ചിലാണ് 4.5 വർഷത്തോളം നീണ്ട ബി.ജെ.പി സഖ്യം ജെ.ജെ.പി അവസാനിപ്പിച്ചത്. മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെയായിരുന്നു നീക്കം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 മണ്ഡലങ്ങളിലും പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. 2019 ഒക്ടോബറിലായിരുന്നു ജെ.ജെ.പി ബി.ജെ.പിക്കൊപ്പം സഖ്യം ചേർന്നത്. ബി.ജെ.പിക്ക് പിന്തുണ ഇല്ലെന്നും പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ എം.പിമാരോട് ആവശ്യപ്പെട്ടു ഒഡീഷ മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.ഡി നേതാവുമായ നവീൻ പട്നായിക്കും രംഗത്തെത്തിയിരുന്നു. പാർട്ടിയുടെ 9 രാജ്യസഭാ എം.പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉചിതമായ രീതിയിൽ സഭയിൽ ഉന്നയിക്കണമെന്നും പട്നായിക് എം.പിമാർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി.